കോവിഡ് മഹാമാരിയുടെ ഭീഷണിയെ വാക്സിനാൽ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ലോകം. അതിനിടെയാണ് കോവിഡ് വൈറസിന് തുടർച്ചയായി മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒമൈക്രോൺ ആണ്. ആഫ്രിക്കയിൽ കണ്ടെത്തി വ്യാപനം അതിരൂക്ഷമാകുമ്പോഴും മരണം റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള ആശ്വാസം. എന്നാൽ കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ ഒമൈക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തതോടെ വീണ്ടും ആശങ്ക വർദ്ധിക്കുകയാണ്. ഒമൈക്രോണിന്റെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം? എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കണം? ഒമൈക്രോൺ വ്യാപനത്തിലും മരണത്തിലും അതിര് കടന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? വിശദമായി തന്നെ പരിശോധിക്കാം വരുന്ന അരമണിക്കൂറിൽ. ഡോക്ടറോട് ചോദിക്കാമിലേക്ക് സ്വാഗതം. കോവിഡ് വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം നൽകി നമ്മൾ മുന്നോട്ട് പോകുന്നത്. പ്രേക്ഷകർക്കും വിളിക്കാം, അതിനുള്ള നമ്പർ നൽകിയിട്ടുണ്ട്. ഡോക്ടർ രാജീവ് ജയദേവാണ് നമുക്കിപ്പോൾ അതിഥിയായുള്ളത്. ഡോക്ടർ, പരിപാടിയിലേക്ക് സ്വാഗതം. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോവിഡിൻ്റെ വലിയൊരു ആശങ്കയിലൂടെ വീണ്ടും നമ്മൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. മൂന്നാം തരംഗം എന്നൊരു ഭീഷണിയൊക്കെ പറഞ്ഞിരുന്നു എങ്കിൽ കൂടി അത് കാര്യമായ ഒരു വെല്ലുവിളി ഉയർത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആളുകൾക്ക് ആശങ്കയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒമൈക്രോണിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ആളുകൾക്ക് ആശങ്കയുണ്ട്. ആ ആശങ്കയ്ക്ക്, ഇത്ര വലിയൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ ഡോക്ടർ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വൈറസിന്റെ പാത എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കുന്ന പാതയിൽ കൂടെയല്ല ഈ ജീവി സഞ്ചരിക്കുന്നത്. അത് നമ്മൾ നന്നായിട്ട് ഉൾക്കൊള്ളേണ്ട സമയം കഴിഞ്ഞു. കാരണം പലപ്പോഴും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യങ്ങൾ ഇതൊക്കെ അനുസരിച്ച് വൈറസും സഞ്ചരിച്ചുകൊള്ളും എന്നുള്ള തോന്നൽ നമുക്കെല്ലാവർക്കും, ഞാനടക്കം, ഉണ്ടാകാറുണ്ട്. അത് മാറ്റിവെക്കണം. ശാസ്ത്രം എന്ന് പറയുന്നത് ഇതിന്റെ വാസ്തവം അന്വേഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ്. അതിവേഗം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഇതൊരു പുതിയ വൈറസ് ആണെന്നുള്ളത് കൊണ്ടും ഇതേപ്പറ്റിയുള്ള ഇതിന്റെ വിചിത്രമായിട്ടുള്ള രീതികൾ തത്സമയം പഠിച്ചു വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒമൈക്രോൺ എന്നുള്ള പേര് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. അപ്പോൾ വൈറസ് തുടർച്ചയായി വരുത്തുന്ന ജനിതക മാറ്റം മൂലമാണ് ചില വേരിയന്റുകൾ ഇങ്ങനെ പേര് ഉള്ള വേരിയന്റുകളായിട്ട് പുറത്തു വരുന്നത്. പേരില്ലാത്ത നിരവധി വേരിയന്റുകൾ വേറെയുണ്ട്. രക്ഷപ്പെടാതെ പോയ പല മോഡലുകളും, വൈറസിന്റെ പല മോഡലുകളും ഉണ്ട്. അതായത് ജനിതക മാറ്റം ഉണ്ടായിട്ടും അതിന് പറക്കാൻ കഴിയാതെയോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ കഴിയാതെയോ നശിച്ചുപോയ കോടിക്കണക്കിന് വേറെ വേരിയന്റുകൾ വേറെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒമൈക്രോണിന്റെ പ്രത്യേകത, അത് ജനിതക മാറ്റം സൃഷ്ടിക്കുകയും അതോടൊപ്പം അതിനെ വിജയകരമായി മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ സാധിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന അവ്യക്തത മെല്ലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതൊരു വിവരവും ആദ്യം കേൾക്കുമ്പോൾ അമിതമായി ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ ആദ്യം വരും. അതിനുശേഷം നേരെ തിരിച്ചുള്ള വാർത്തകൾ വരും. ഇതൊന്നുമല്ല, നിസ്സാരമാണ് എന്ന് പറയുന്ന വാർത്തകളും വരും. ഇത് രണ്ടും തെറ്റാണ്. നമുക്ക് അറിയേണ്ടത് വാസ്തവമാണ്. ഇതിന്റെ വാസ്തവം ഇതുവരെ ഉള്ള അറിവ് ഞാൻ പറയാം. ഒന്ന്, ഇതിന് പൊതുവെ അതിവേഗം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് യാതൊരു സംശയവും. ഇനി രണ്ടാമത്തേത്, ഏതൊരു കൊറോണ വൈറസും ആദ്യം ബാധിക്കുന്നത് ചെറുപ്പക്കാരെയായിരിക്കും. കാരണം ഏറ്റവും അധികം മൂവ് ചെയ്യുന്നത്, സൊസൈറ്റിയിൽ സോഷ്യലൈസ് ചെയ്യുന്നത് ഇവരാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരിലാണ് അത് ആദ്യം ഉണ്ടാകുന്നത്. ചെറുപ്പക്കാരിൽ ഉണ്ടാക്കുന്ന രോഗം നമുക്കറിയാം. കേരളത്തിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 97% മരണവും സംഭവിച്ചിരിക്കുന്നത് 40 വയസ്സിന് മുകളിലുള്ളവർക്കാണ്. അതിന്റെ അർത്ഥം തന്നെ 40 വയസ്സിന് താഴെയുള്ളവർ, നിസ്സാരമായിട്ട് എടുക്കണം എന്നല്ല, മരണനിരക്ക് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും സൗത്ത് ആഫ്രിക്കയിൽ പ്രധാനമായും ഇത് 50 വയസ്സിന് താഴെയുള്ളവർക്കാണ് പ്രധാനമായും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 50 വയസ്സിന് മീതെയുള്ള ആ ഒരു പോപ്പുലേഷനിൽ ഇത് എങ്ങനെ പെരുമാറും, ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണ് എന്നുള്ളത് പഠിക്കാനുള്ള സമയവും ഒന്നുമായിട്ടില്ല. അപ്പോൾ അത് ഒരു അൺനോൺ ആയിട്ട്, ഒരു അജ്ഞാതമായിട്ടുള്ള ഘടകമായിട്ട് നമുക്ക് അതിനെ നിലനിർത്താം. മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ പറയാറില്ല, വാല്യൂ എക്സ് എന്ന് പറയാറില്ല. ഒരു അൺനോൺ എക്സ്, ഒരു അൺനോൺ ഫാക്ടറാണ് അത്. അതിന്റെ വിവരങ്ങൾ വരുമ്പോൾ നമ്മൾ അത് പഠിച്ചതിന് ശേഷം അതിന്റെ വ്യക്തമായിട്ടുള്ള ഉത്തരം തരാം. പക്ഷെ അതല്ലാതെ ഈ 50 വയസ്സിന് താഴെയുള്ള പ്രധാനമായും ആ ഗ്രൂപ്പിൽ ഇത് മറ്റ് ഡെൽറ്റ വേരിയന്റ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ലക്ഷണങ്ങളാണ് പ്രധാനമായും ഉണ്ടാകുന്നത്. തുടക്കത്തിൽ കുട്ടികൾക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭീതിപ്പെടുത്തുന്ന സന്ദേശങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഉണ്ടായി. പക്ഷെ അത് തെറ്റാണെന്ന് പിന്നീട് തെളിഞ്ഞു. ഇത് ആ പറഞ്ഞ ഡോക്ടർ തന്നെ പിന്നീട് അത് വന്ന് ആഴ്ചകളിലെ കണക്കുകൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതും അവർ തന്നെ പറയുകയുണ്ടായി. അതുപോലെ തന്നെ ദക്ഷിണാഫ്രിക്കയുടെ ഡാഷ്ബോർഡ്, നമ്മുടെ കേരള ഗവൺമെന്റ് ഡാഷ്ബോർഡ് തന്നെ വളരെ കൃത്യമായിട്ട് കേസുകൾ അവർ രേഖപ്പെടുത്തുകയും അത് അവർ തത്സമയം അത് അപ്ഡേറ്റ് ചെയ്യുകയും എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തു. അത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അങ്ങനെ ഒരു തീർച്ചയായിട്ടും കേസുകൾ കൂടുന്നുണ്ട്. 4ാം തരംഗം അവിടെ വന്നിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയിലെ ചില പ്രവിശ്യകളിലാണ് 4ാം തരംഗം വന്നിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യമാണ്. ഇന്ത്യ ഒരു രാജ്യമാണെങ്കിൽ അനേക സംസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് പോലെ ദക്ഷിണാഫ്രിക്കയിലെ
ഹൗടെങ് എന്ന് വിളിക്കുന്ന പ്രവിശ്യയിൽ സംസ്ഥാനത്തിലാണ് ഇത് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. അവിടെ നിന്നാണ് ഈ ഒരു റിപ്പോർട്ടും ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും കേസുകളുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അത് നിരവധി പേർക്ക് വരുന്നുണ്ട്. തുടക്കത്തിൽ പ്രധാനമായും വാക്സിനേഷൻ എടുക്കാത്തവരിലാണ് വന്നതെന്നാണ് വാർത്തകളിൽ അറിയാൻ കഴിഞ്ഞത്. പിന്നീട് മറ്റു രാജ്യങ്ങളിലുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ രാജ്യങ്ങളെല്ലാവരും ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം കണ്ടെത്തിയത് പൂർണ്ണമായും വാക്സിനേഷൻ എടുത്തവരിലാണ് ഇത് അവർ കൂടുതലും കണ്ടെത്തിയെന്നുള്ളതാണ്. അപ്പോൾ അതിന്റെയും തെറ്റായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ പലതും പുറത്തു വന്നു. വാക്സിനേഷൻ എടുത്തവരിലാണ് ഇത് വരുന്നത്. അങ്ങനെയല്ല. നമ്മളൊന്നും ഓർക്കേണ്ടത്, വിമാനയാത്ര ചെയ്യുന്നവർ വാക്സിനേറ്റഡ് ആയിരിക്കും. തീർച്ചയായിട്ടും എല്ലാ രാജ്യങ്ങളിലും വിമാനയാത്ര ചെയ്തവരിലാണ് ആദ്യം പരിശോധന ചെയ്യുന്നത്. അവരിൽ ചുരുക്കം പേർക്ക് ഒമൈക്രോൺ കണ്ടെത്തി. തീർച്ചയായിട്ടും ആ കണ്ടെത്തിയവർ വാക്സിനേറ്റഡ് ആയിരുന്നു. കാരണം വിമാനയാത്രക്കാരെല്ലാവരും തന്നെ വാക്സിനേറ്റഡ് ആയിരുന്നു. പക്ഷെ അതിന്റെ വിശകലനമായി വന്നത് വാക്സിനേഷൻ എടുത്തവരിലാണ് ഇത് വരുന്നതെന്നും അങ്ങനെ അതിന്റെ ദുർവ്യാഖ്യാനങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ എല്ലാ ദിവസവും കാണുന്ന പ്രശ്നങ്ങളാണ്. പക്ഷെ ഈ വേരിയന്റ് ചില രാജ്യങ്ങളിൽ കാര്യമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായി വന്നിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളിൽ അത് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നതായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഒരു ഭീഷണിയായിട്ട് ബ്രിട്ടനും അതുപോലെ തന്നെ ഡെൻമാർക്ക് അതുപോലെ രാജ്യങ്ങളിൽ അത് അവർ ഔദ്യോഗികമായിട്ട് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു നിസ്സാരക്കാരനല്ല എന്നുള്ളത് നമുക്കറിയാം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇത്രയും ദിവസം ഇതിൽ മരണം റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതായിരുന്നു വലിയൊരു ആശ്വാസമായി കണ്ടിരുന്നത്. പക്ഷേ ബ്രിട്ടനിൽ ഒരു മരണം ഉണ്ടായിരിക്കുന്നു. അതിനുശേഷം ഇതിനുണ്ടായ ഒരു ആശങ്കയിൽ ചില വർധനം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് വെച്ചാൽ ആളുകൾ ഇതുവരെയും വന്ന് ഈ മറ്റ് ഡെൽറ്റ പോലെ ഭീഷണിയാവാതെ കടന്നു പോകുന്ന ഒരു വേരിയൻ്റ് എന്നുള്ള നിലയിലാണ് കണ്ടിരുന്നതെങ്കിൽ മരണമുണ്ടായതിനു ശേഷം അതിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ മരണ തോത് സംബന്ധിച്ച കാര്യത്തിൽ പഠനങ്ങൾ എന്തെങ്കിലും പുറത്തു വന്നിട്ടുണ്ടോ ഡോക്ടർ, ഈ ഒമൈക്രോണിൻ്റെ കാര്യത്തിൽ? ഡെൽറ്റ ഭീഷണി അല്ല എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം ഡെൽറ്റയാണ് ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യരെ കൊന്നൊടുക്കിയ വൈറസ് വേരിയന്റ്. തീർച്ചയായിട്ടും ഡെൽറ്റ ഒരു വ്യക്തിക്ക് വരുമ്പോൾ വ്യക്തിക്ക് മരണസാധ്യത താരതമ്യേന കുറവാണെങ്കിലും അത് ഒരു സമൂഹത്തിൽ വരുമ്പോൾ ലക്ഷക്കണക്കിന് വ്യക്തികളാണ് മരണപ്പെട്ടിട്ടുള്ളത്. അമേരിക്കയുടെ കണക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെയധികം വ്യക്തികൾ അവിടെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഡെൽറ്റയാണ് ലോകത്തെ തന്നെ തീർച്ചയായിട്ടും ഉഴുതുമറിച്ചിട്ടുള്ള ഒരു വേരിയന്റ് ആണ്. അപ്പോൾ അത് ഒരിക്കലും അതൊരു മൈൽഡായിട്ട് നമ്മൾ അതിനെ കാണും. പക്ഷെ അവർ ഉദ്ദേശിച്ചത് അത് ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ മരണസാധ്യത കുറവാണ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികൾ ഇത് ഡെൽറ്റ വരുമ്പോൾ അവർക്ക് താരതമ്യേന മൈൽഡ് ലക്ഷണങ്ങളാണ്. അത് ശരിയാണ്, അതുപോലെ തന്നെ ആകാനാണ് സാധ്യത. പക്ഷേ മരണനിരക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കേരളത്തിൽ തന്നെ കണക്കുകൾ നമുക്ക് നമ്മുടെ സ്വന്തം കണക്കുകളാണല്ലോ ഏറ്റവും നല്ലത്. അപ്പോൾ 97% ഓഫ് ഡെത്ത്സ് ആർ ഓവർ ദ ഏജ് ഓഫ് 40. അപ്പോൾ ഈ 40 to 90 ഇയേഴ്സ് സെഗ്മെന്റിൽ ഈ ഒമൈക്രോൺ എത്ര പേർക്ക് വന്നു എന്നുള്ളതിന് കണക്ക് വരില്ല. അപ്പോൾ ആ കണക്കുകൾ വരുന്നത് വരെ ഇതിന്റെ മരണനിരക്കിനെ പറ്റി ഊഹങ്ങൾക്ക് പ്രസക്തിയില്ല. ഒരു മരണം നടന്നു എന്ന് വെച്ച് അതിൽ യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള യാതൊരു മീനിങ്ങും ഞാൻ കാണുന്നില്ല. അപ്പോൾ രണ്ടാമത് നമ്മൾ അന്വേഷിക്കേണ്ടത് ഈ വാക്സിൻ എടുത്തവരിൽ ഇത് വരുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഡെൽറ്റയുടെ ഒരു പ്രത്യേകതയും വാക്സിനേഷൻ ഒരു വേലിയാണെങ്കിൽ ഈ വേലി എളുപ്പത്തിൽ മറികടക്കാനുള്ള കഴിവുള്ള വേരിയന്റ് ആണ് ഡെൽറ്റ വേരിയന്റ്. ഇത് ആദ്യം പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. പക്ഷെ അത് അമേരിക്കയും മറ്റും പബ്ലിഷ് ചെയ്തപ്പോഴാണ് ജനങ്ങൾ അതേപ്പറ്റി സംസാരിക്കാൻ തുടങ്ങിയത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ അത് വളരെ നേരത്തെ പറഞ്ഞു. ഡെൽറ്റ വേരിയന്റ് എന്നുള്ളത് ഏത് വാക്സിനെയും എളുപ്പത്തിൽ ചാടിക്കടക്കാൻ, അതായത് ഒരു വേലി ചാടുന്നത് പോലെ ചാടിക്കടക്കാൻ കഴിവുള്ള ഒരു വേരിയന്റ് ആണെന്നുള്ളതും, എന്നാൽ വാക്സിനേഷൻ എടുത്തവരിൽ ഇത് ചാടിക്കടന്നാലും അവർക്ക് തീവ്രമായിട്ടുള്ള രോഗങ്ങൾ തീരെ ഇല്ല എന്നുള്ളതും ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ടിയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്സിനേഷൻ എടുത്ത വ്യക്തിക്ക് അഥവാ വൈറസ് പിടിപെട്ടാലും അവർക്ക് ഗുരുതര രോഗം വളരെ 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 കുറവാണ്. കേരളത്തിന്റെ കണക്കുകൾ നോക്കുമ്പോൾ ഗുരുതര രോഗം ഉണ്ടാകുന്നത് 17 മടങ്ങ് കുറവാണ്. അൺവാക്സിനേറ്റഡ്, വാക്സിൻ എടുക്കാത്തവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 17 മടങ്ങ് കുറവാണ്, അതായത് മരണങ്ങളും മറ്റും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ സാധ്യത, ഡെൽറ്റയുടെ ഇൻഫെക്ഷൻ സാധ്യത വേലി ചാടി കിടക്കുമെങ്കിലും അൺവാക്സിനേറ്റഡ് ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ വാക്സിൻ എടുത്തവരിൽ രോഗസാധ്യത കുറവാണ് എന്നുള്ളത് നമ്മൾ ഈ വിഷയത്തിൽ തുടർന്ന് സംസാരിക്കാം. ഇപ്പോൾ ചില പ്രേക്ഷകർ കൂടിയുണ്ട്, അവരുടെ സംശയങ്ങൾ കൂടി ദൂരീകരിച്ച് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. പുഷ്പകുമാരി നോർത്ത് പറവൂരിൽ നിന്നും ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഹലോ ഡോക്ടറോട് ചോദിച്ചോളൂ. അല്ല സാറേ, ഞാനതേ കുട്ടികളിൽ ഇത് എങ്ങനെയാ ബാധിക്കുന്നത്, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. കുട്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അവർക്ക് മരണസാധ്യത ഇല്ല എന്ന് പറയേണ്ടിയിരിക്കും. ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70,000-ൽ ഒരാൾക്കാണ് മരണമുണ്ടാകുന്നത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ 0. 1/70,000 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ അഥവാ അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഇത് കേരളത്തിൽ കണ്ടുവന്നിട്ടുള്ളൂ. അത് ഞാൻ ഇവിടെ പറയുന്ന കണക്കുകളെല്ലാം നമ്മുടെ സ്വന്തം കണക്കുകളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതേപ്പറ്റി ആശങ്ക വേണ്ട. ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ കാണുന്ന ജലദോഷപ്പനി, ചിലർക്ക് പനി അല്ലെങ്കിൽ തലവേദന, തുമ്മൽ, ചെറിയ ചുമ, ക്ഷീണം, അതുപോലെ തന്നെ ചിലർക്ക് ഒരു റാഷ് പോലെ വരാറുണ്ട്. റാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീസിൽസ്, കഞ്ചാമരിയും മറ്റും വരുമ്പോൾ ചുവന്ന പാടുകൾ കാണാറില്ലേ, ചെറിയ കൊതുകടിച്ച പോലെയുള്ള പാടുകൾ. അങ്ങനെയുള്ള പാടുകൾ ചിലർക്ക് കണ്ടുവരാറുണ്ട്. ഇതൊന്നും സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങളല്ല. അതുകൊണ്ട് അതേപ്പറ്റി പറയേണ്ട കാര്യമില്ല. എന്ന് വെച്ച് അശ്രദ്ധ കാണിക്കണം എന്നുള്ളതല്ല. അവർക്ക് അഥവാ ഇത് രോഗം പിടിപെടുകയാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വരാറില്ല. വീട്ടിൽ തന്നെ അവർക്ക് മറ്റുള്ളവരിൽ നിന്നും അല്പം അകറ്റി അവർക്ക് ഐസൊലേഷൻ കൊടുക്കുകയും അവർക്ക് നിർജ്ജലീകരണം ഉണ്ടാകാതെ ധാരാളം വെള്ളം കുടിക്കാൻ കൊടുക്കുകയും നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് മാറിപ്പോകുന്നതാണ്. ഡോക്ടർ വിനീഷ് എന്നൊരു പ്രേക്ഷകൻ കൂടിയുണ്ട് വടകരയിൽ നിന്നും. വിനീഷ് ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം സാർ, ഞാനിത് 2 വാക്സിൻ എടുത്ത ഒരാളാണ്. അപ്പോ ഈ ഒമിക്രോണിന്റെ വരവോടുകൂടി ഈ വാക്സിൻ എടുത്ത ആൾക്കാർക്ക് കൂടുതൽ അപകടകരമാകുന്ന അവസ്ഥയിലെത്തുമോ? ഒമിക്രോൺ എന്നുള്ളത് ഡെൽറ്റ പോലെ തന്നെ മറ്റൊരു വൈറസ് വേരിയന്റ് തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ടത് ഈ വൈറസുകളെല്ലാം ഒരു വൈറസ് തന്നെയാണ് അല്ലെ. ഈ കൊറോണ എന്ന് വിളിക്കുന്ന വൈറസിന്റെ വളരെ ചെറിയ മാറ്റങ്ങളാണ് നമ്മൾ പേരുകൾ ചേർത്ത് വിളിക്കുന്നത്. അത് നമ്മൾ ഓർക്കണം. അപ്പോൾ ഈ ഒറിജിനൽ വൈറസിന് വേണ്ടി അതിനെ ആസ്പദമാക്കി നിർമ്മിച്ച വാക്സിനാണ് നമ്മൾ എല്ലാവരും എടുത്തിരിക്കുന്നത് 2 ഡോസ് വെച്ചിട്ട്. ഈ 2 ഡോസ് എടുത്തിട്ടുള്ളവരിൽ ഗുരുതര രോഗം ഉണ്ടാവുകയില്ല. ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ പ്രായം ചെന്നവരിലും അല്ലെങ്കിൽ ചില അനുബന്ധ രോഗങ്ങൾ ഉള്ളവരിലും അല്ലെങ്കിൽ അപൂർവമായിട്ട് ചിലർക്ക് നിർഭാഗ്യവശാൽ വന്നെന്നിരിക്കാം. പക്ഷെ അതെല്ലാം വളരെ അപൂർവമായിട്ടുള്ള കേസുകളാണ്. നമ്മളെ ഒരു വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വേരിയന്റ് ഡെൽറ്റയെ പോലെ തന്നെ നമ്മൾ അശ്രദ്ധ കാണിക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ആൾക്കൂട്ടങ്ങളിൽ നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ചും അകത്തളങ്ങളിലുള്ള ഒത്തുചേരലുകൾ, അതിൽ കൂടെയാണ് പ്രധാനമായും ഈ വൈറസ് ലോകമെമ്പാടും സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള മേളകളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുടുംബ സംഗമങ്ങൾ, സുഹൃത്ത് സംഗമങ്ങൾ, ഇതിലെല്ലാം പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അതിവേഗം അത് പകരാനുള്ള കഴിവുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ചെറുപ്പക്കാരായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ, അതായത് 40 ഇയേഴ്സിന് താഴെയാണെങ്കിൽ അവർക്ക് ഗുരുതരം ആയിട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷേ 40 ഇയേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഏജ് വെച്ച് നോക്കുമ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് ഈ ലക്ഷണങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് ഡോക്ടർമാരുമായി ഒന്ന് കൺസൾട്ട് ചെയ്യുകയും ചില വ്യക്തികൾക്ക് ചില പ്രത്യേക ചികിത്സകൾ വേണ്ടി വന്നേക്കാം. അതല്ലാതെ അനാവശ്യമായിട്ടുള്ള ചികിത്സകൾക്കൊന്നും നിൽക്കേണ്ട കാര്യമില്ല. ജലാംശം കുറയാതെ സൂക്ഷിക്കണം. ഹൈഡ്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എത്രയും അധികം നമുക്ക് വെള്ളം, അതുപോലെ ജീരകവെള്ളം, അതുപോലെയുള്ള കാര്യങ്ങൾ കുടിക്കാമോ അത്രയും നല്ലതാണ് ഈ ഇൻഫെക്ഷൻ വന്നു പോകുന്നവരെ. അതുകൊണ്ട് വാക്സിനേഷൻ എടുത്തവർക്ക് ഭയക്കേണ്ട കാര്യമില്ല. ഇനി വളരെ പ്രായം ചെന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് അവരവരുടെ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെടുത്തിയുള്ള നിർദ്ദേശങ്ങൾ ഡോക്ടറിൽ നിന്നും സ്വീകരിക്കേണ്ടതാണ്. വിനീഷ് ഉന്നയിച്ച ആ ഒരു ആശങ്ക വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. അതിന് വലിയ തോതിലുള്ള പ്രോത്സാഹനവും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ 2 ഡോസ് വാക്സിൻ എടുത്ത ആളുകൾക്ക് ഇത് വരുന്നു എന്നുള്ള ചില വാർത്തകൾ ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും എല്ലാം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അതിനെ ഉപയോഗിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. വാക്സിൻ എടുത്താലും ഈ പറയുന്ന കോവിഡ് ഒമിക്രോൺ വരും, അതിനാൽ പിന്നെ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള തരത്തിലുള്ള പ്രചാരണം നടക്കുന്നു. അത് സമൂഹത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകൾ പോലും അത്തരം പ്രചാരണത്തിന് മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാക്സിൻ എടുക്കുന്ന വിഷയത്തിൽ അധ്യാപകർ പോലും കാണിച്ച ഒരു നിസ്സംഗത നമ്മൾ കണ്ടതാണ്. അതിനാൽ തന്നെ ആ ഒരു പ്രചാരണത്തെ മറികടക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഡോക്ടർ, എന്തായാലും നമുക്ക് വിഷയത്തിലെ കൂടുതൽ ചർച്ചകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒമിക്രോൺ ഉയർത്തുന്ന വെല്ലുവിളിയെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മോടൊപ്പം അതിഥിയായി ഡോക്ടർ രാജീവ് ജയദേവ് തുടരുന്നുണ്ട്. ഡോക്ടർ, മറ്റ് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ബൂസ്റ്റർ ഡോസിനെ സംബന്ധിച്ചാണ്. ഇന്നിപ്പോൾ നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ്. ഈ ഒമിക്രോണിനെ നേരിടാൻ ബൂസ്റ്റർ ഡോസ് ഫലപ്രദമാകുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നു. അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഇന്ത്യയിലടക്കം പുരോഗമിക്കുകയാണെന്ന് തോന്നുന്നു. അത് എത്രത്തോളം ഫലവത്താകുമെന്നാണ് ഡോക്ടർ പ്രതീക്ഷിക്കുന്നത്? ഈ ബൂസ്റ്റർ ഡോസ് എന്ന് കേൾക്കുമ്പോൾ ഇമ്മ്യൂണോളജി അറിയാത്തവർക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങളും ആശങ്കകളും അതുപോലെ തെറ്റിദ്ധാരണകളും ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇമ്മ്യൂണോളജി എന്താണെന്ന് ഞാൻ ആദ്യം വ്യക്തമാക്കാം. അതായത് ഈ
കോവിഡ് രോഗം മനുഷ്യന് കൂടുതലായിട്ടുണ്ടായത് ഈ വൈറസുമായി മുൻപരിചയം ഇല്ലാത്തതുകൊണ്ടാണ്. മുൻപരിചയം വന്നതിന് ശേഷം ഈ മുൻപരിചയം ഉള്ള വ്യക്തികൾക്ക് കോവിഡ് അഥവാ രോഗബാധ ഉണ്ടായാലും വൈറസ് ബാധ ഉണ്ടായാലും വളരെ കുറവ് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മരണങ്ങളെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതിപ്പോൾ നാച്ചുറൽ ഇൻഫെക്ഷൻ കൊണ്ടാണെങ്കിലും ശരി, വാക്സിനേഷൻ കൊണ്ടായാലും ശരി, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇതേപ്പറ്റി ഒരു ഓർമ്മ, അതിന് ഓർമ്മ എന്ന് തന്നെയാണ് പറയുന്നത്, ഇമ്മ്യൂൺ മെമ്മറി എന്ന് പറയുന്നത്. ഈ ഇമ്മ്യൂൺ മെമ്മറി ഉത്പാദിപ്പിക്കാനായിട്ട് വാസ്തവത്തിൽ 2 ഡോസ് വാക്സിനാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇനി 2 ഡോസ് വാക്സിൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ നാച്ചുറൽ ഇൻഫെക്ഷൻ വന്നു പോയവരിൽ 1 ഡോസ് വാക്സിൻ എടുക്കുമ്പോൾ തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടായി വരുന്നുണ്ട്. ഒരിക്കൽ വന്നു പോയാൽ മാത്രം അവർക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള ആവശ്യത്തിനുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാകുന്നില്ല എന്നുള്ളതും, ആ വ്യക്തികൾക്ക് 1 ഡോസ് മിനിമം എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഈ ആദ്യത്തെ ഈ എക്സ്പോഷറിനെ ബൂസ്റ്റ് ചെയ്യുന്ന എഫക്റ്റ് ആണ് രണ്ടാമത്തെ ഒരു, അതായത് എൻകൗണ്ടർ, അതായത് ആദ്യത്തെ ഡോസ് വാക്സിൻ ഉദ്ദേശിക്കുന്നത്. ഇനി വാക്സിനേഷൻ എടുക്കുന്ന വ്യക്തിയുടെ കാര്യമാണെങ്കിൽ ആദ്യത്തേതിന് പ്രൈമിംഗ് ഡോസ് ഉണ്ടാവും. രണ്ടാമത്തതിനെ തുടക്കത്തിൽ ആദ്യത്തെ ഡോസ് കൊണ്ട് ജനിപ്പിച്ച ചില ശ്രേണികളെ ഉത്തേജിപ്പിക്കുന്ന അല്ലെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുന്ന ഡോസാണ് രണ്ടാമത്തെ ഡോസ്. വാസ്തവത്തിൽ രണ്ടാമത്തെ ഡോസാണ് നമ്മൾ എല്ലാവരും എടുത്തുള്ള രണ്ടാമത്തെ ഡോസാണ് ബൂസ്റ്റർ ഡോസ്. ഇനി പാശ്ചാത്യ രാജ്യങ്ങളിൽ ചിലർ ഇതിനെ 3ാമതും 4ാമതും ഡോസ് എടുക്കണമെന്നൊക്കെ പറഞ്ഞ് അവരുടെ രാജ്യങ്ങളിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് അതേപറ്റി ചിന്തിക്കേണ്ട. ഇപ്പോൾ ഈ ഇമ്മ്യൂൺ മെമ്മറി എന്ന് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ വൈറസിനെ കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവ്, ആ ഓർമ്മ നിലനിർത്താനുള്ള കഴിവ് എക്കാലവും മനുഷ്യനുണ്ടാവും. അതായത് വാക്സിനേഷൻ ആയിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ മുൻകാലത്ത് ഇൻഫെക്ഷൻ വന്നിട്ടുള്ള വ്യക്തികൾ, അവരിൽ ഈ വൈറസിന്റെ ഓർമ്മ എക്കാലവും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഒരു സാധാരണ ജലദോഷമോ അല്ലെങ്കിൽ അത്യാവശ്യം ചുമ മാത്രമുള്ള ഒരു രോഗമായിട്ട് ഡൗൺഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതുകൊണ്ട് അതേപറ്റി ആശങ്കപ്പെടേണ്ട കാര്യമില്ല. തെളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2ാമത് ഡോസ് എടുത്ത ആൾക്ക് 3ാമതും 4ാമതും 5ാമതും ഡോസ് എടുത്തു എന്ന് വെച്ചിട്ട് ഈ ഗുരുതര രോഗം തടയുന്നതിൽ യാതൊരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇതേപ്പറ്റി അറിവുള്ളവർ ഒരേ സ്വരത്തിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഇനി ബൂസ്റ്റർ ഡോസ് എടുക്കുന്ന ചില സബ് ഗ്രൂപ്പുകളുണ്ട്, എടുക്കേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇമ്മ്യൂണിറ്റിയുടെ അളവ് കുറഞ്ഞ വ്യക്തികളുണ്ട്, ചില രോഗങ്ങൾ മൂലം അല്ലെങ്കിൽ ചില ചികിത്സകൾ മൂലം, ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ, അങ്ങനെയുള്ള ചില പ്രത്യേക ഗണത്തിൽപ്പെട്ട വ്യക്തികൾക്ക് 2 ഡോസ് കൊണ്ട് അവർക്ക് ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ സാധിക്കാത്ത വ്യക്തികൾ, എല്ലാവരുമല്ല ചിലർ, അങ്ങനെയുള്ളവർക്ക് 3ാമതൊരു ഡോസ് കൊടുക്കുന്നത് ഉത്തമമാണ് എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഞാൻ അതിനെ അനുകൂലിക്കുന്നു. അതുപോലെ തന്നെ ഈ അഥവാ ഇൻഫെക്ഷൻ വന്നാൽ അപകട സാധ്യത കൂടുതലുള്ള ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് ഒരു 3ാമത്തെ ഡോസ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. എല്ലാവർക്കും നിർത്തിപ്പിടിച്ച് ബൂസ്റ്റർ ഡോസ് കൊടുത്തുകൊണ്ടൊന്നും ഇവിടെ ഒരു മാറ്റവും ഇവിടെ വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്രം അറിയുന്നവർ പറയുന്നത്. ഇനി ഏത് മരുന്നായാലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഗുണമുണ്ടാവും എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട്, അത് ചില ഡോക്ടർമാർക്കുമുണ്ട്. അത് തെറ്റാണ്. മരുന്നുകൾ ഉപയോഗിക്കേണ്ടത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡോസിൽ, കറക്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ, അതായത് എത്ര ഡോസാണ് രോഗം മാറാൻ വേണ്ടത്, എത്ര ഡോസാണ് രോഗം തടുക്കാൻ വേണ്ടത്, മരുന്നിന്റെ ഉദ്ദേശ്യം എന്താണ്, മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് നമ്മൾ എന്ത് ഫലമാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഒരു മരുന്ന് ഉണ്ടായി എന്ന് വെച്ചിട്ട് അത് വീണ്ടും വീണ്ടും എടുക്കുക എന്നുള്ള ആ ഒരു പ്രവണത, ആ ചിന്താഗതി, അത് തെറ്റാണ്. ഇനി 3 ഡോസ് എടുക്കുന്നതിന്റെ ഫലങ്ങൾ അതിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപ്പറ്റി ഇതിന്റെ അറിവുകൾ മാറി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേപ്പറ്റിയുള്ള ഗൈഡ് ലൈൻസ് മാറി വന്നേക്കാം. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും അവസ്ഥ പറയുകയാണെങ്കിൽ 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് ഭയം കൂടാതെ ജീവിക്കാം. അവർക്ക് അഥവാ നേരിയ രീതിയിലുള്ള അണുബാധ വന്നു കഴിഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ആ ഗണത്തിൽ വളരെ പ്രായം ചെന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർ കൂടുതൽ മുൻകരുതൽ എടുക്കണം എന്നുള്ളതാണ്. കാരണം അഥവാ അണുബാധ വന്നാൽ പോലും അപകട സാധ്യത കൂടുതൽ ആ ഗ്രൂപ്പിലുള്ളവർക്കാണ്. അതുകൊണ്ട് അവർ കൂടുതൽ ഒരുക്കങ്ങൾ അല്ലെങ്കിൽ മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. വ്യക്തമാണ് ഡോക്ടർ. സാബു എന്നൊരു പ്രേക്ഷകരുണ്ട് ഇപ്പോൾ കോട്ടയത്ത് നിന്നും. സാബു ഡോക്ടറോട് ചോദിക്കാം. ഹലോ സാറേ. ഹലോ പറയൂ സാർ. ഹലോ, ഞാൻ സാറേ, ഞാൻ 2ാമത്തെ ഡോസിന് എടുത്തിട്ടില്ല. ഇപ്പം 3 മാസം കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഈ കഴിഞ്ഞിടെ എലിപ്പനി വന്നായിരുന്നു. അപ്പം പിന്നെ ഡയാലിസിസ് ഒക്കെ ചെയ്ത് മരുന്നൊക്കെ ഒത്തിരി കഴിച്ചതാണെങ്കിൽ 2ാമത്തെ ഡോസ് എടുക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എലിപ്പനി ഭേദപ്പെട്ടോ? എലിപ്പനി ഇപ്പൊ 1 മാസമായി കഴിഞ്ഞിട്ട്. എങ്ങനെയാ പിടിപെട്ടത്? കിളയ്ക്കാൻ പോയി? അതൊരു ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പിടിപെട്ടതാണ്.
ഹലോ, ഒരു ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ആണ് ഇത് ഉണ്ടായത്. ഓക്കെ, എലിപ്പനിയെ പറ്റി ഞാൻ ഒരു വാക്ക് പറയാം. എലിപ്പനി എന്നുള്ളത് ലെപ്റ്റോസ്പൈറോസിസ് ആണ്. സാധാരണ പനി പോലെയാണ് പലർക്കും ഇത് വരുന്നത്. അത് കോവിഡ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടാറ് പോലുമുണ്ട്. പക്ഷേ ഔട്ട്ഡോഴ്സ്, അതായത് പറമ്പിലും മറ്റും എന്തെങ്കിലും ജോലി ചെയ്യുന്ന വ്യക്തികൾ, പുറത്ത് ഗാർഡനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കൃഷിപ്പണി അല്ലെങ്കിൽ പൂന്തോട്ടം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരിൽ കാല്, അതായത് നിലത്ത് മുട്ടുന്ന സന്ദർഭങ്ങളിലാണ് എലിപ്പനി കൂടുതൽ വരുന്നത്. കാരണം ഇത് ചില മൃഗങ്ങളുടെ മൂത്രത്തിൽ നിന്നുമാണ് ഈ അണുബാധ നമ്മുടെ കാലിലുള്ള ചെറിയ മുറിവുകളിൽ കൂടി അകത്ത് കയറുകയും അത് പനി ഉണ്ടാക്കുകയും തുടക്കത്തിൽ കണ്ടുപിടിച്ചില്ലെങ്കിൽ ചിലർക്ക് ഇത് കോംപ്ലിക്കേഷനും മരണങ്ങളും വരെ ഉണ്ടാക്കാറുണ്ട്. കേരളത്തിൽ ഈ വർഷം നിർഭാഗ്യവശാൽ എലിപ്പനി കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഹിസ്റ്ററി ഉള്ളവർ കിളയ്ക്കുകയോ അങ്ങനെയുള്ള കിളയ്ക്കരുതെന്നുള്ള അല്ലെങ്കിൽ പറമ്പിൽ ജോലി ചെയ്തെന്നുള്ളതല്ല, അഥവാ അങ്ങനെയുള്ളവരിൽ ഇത് പനി ഉണ്ടാവുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് പരിശോധിക്കുകയും അത് നിസ്സാരമായിട്ട് ചികിത്സിക്കാനുള്ള ഡോക്സിസൈക്ലിൻ ചികിത്സ നമുക്ക് ലഭ്യമാണ്. ഓർക്കുന്നുണ്ടാവും, പ്രളയത്തിന്റെ കാലത്ത് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിരുന്നു. പ്രളയത്തിന്റെ കാലത്ത് നമുക്ക് പ്രളയത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നവർക്ക് നമ്മൾ ഡോക്സിസൈക്ലിൻ ഗുളിക ഓരോ ആഴ്ചയും കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചിരുന്നു. ആ ഓർമ്മ ഞാൻ ഒന്ന് പുതുക്കുകയാണ്. അത് എലിപ്പനി തടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എലിപ്പനിയുടെ കാര്യം പ്രത്യേകം ഇവിടെ എടുത്തു പറയുകയാണ്. ഇനി ചോദ്യത്തിലേക്ക് വരാം. ഈ എലിപ്പനി പൂർണ്ണമായും മാറിയതിനു ശേഷം, ശരീരം ഒന്ന് നല്ല ഉഷാറായതിനു ശേഷം വേണം അടുത്ത ഡോസ് എടുക്കാനായിട്ട്. ഒരു ഡോസ് വാക്സിൻ എടുത്ത് 3 മാസമെങ്കിലും കഴിഞ്ഞ് വേണം രണ്ടാമത്തെ ഡോസ് എടുക്കാനായിട്ട്. അങ്ങനെയുള്ളവർക്ക് ഉത്തമമായിട്ടുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഒരു ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഞാൻ പറയാം. ഇപ്പൊ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ അവർ വാക്സിനേഷൻ കൊടുത്തത്, തുടക്കത്തിൽ ഏറ്റവും ആദ്യം വാക്സിനേഷൻ കൊടുത്ത രാജ്യങ്ങളിലൊന്ന് അമേരിക്കയാണ്. അവർക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറയുന്നത്, അത് മനഃപൂർവ്വം ഉണ്ടായതല്ല, അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാവുന്നത്, അവരുടെ 2 ഡോസ് വാക്സിനുകൾ അവർ വളരെ അടുപ്പിച്ചാണ് കൊടുത്തത്. അതായത് 3 ആഴ്ച ഗ്യാപ്പ് മാത്രമേ അവർ ഈ ഫൈസർ വാക്സിന് കൊടുത്തിരുന്നുള്ളൂ. ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് സ്റ്റഡീസ്, അന്ന് അത്രയും അറിവേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, അത് അവർ തെറ്റായിട്ട് കാണുന്നു. പക്ഷെ ഇപ്പോഴുള്ള സ്റ്റഡീസ് കാണിക്കുന്നത് ഈ 2 ഡോസുകൾ 3 ആഴ്ചയ്ക്ക് പകരം നല്ലതുപോലെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ, കുറച്ചുകൂടി നല്ല രീതിയിലുള്ള പ്രതികരണം അവർക്ക് ഉണ്ടാകാമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ അവിടെ ഈ ബൂസ്റ്ററുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു അബദ്ധം മനസ്സിലാക്കിയതുകൊണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന വേറെ വാക്സിനുകളാണ്. ഈ വാക്സിനുകൾ അമേരിക്കൻ വാക്സിനുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഇതെല്ലാം വേറെ വേറെ ടെക്നോളജിയാണ്. നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്ന വാക്സിനുകളും ഗ്യാപ്പുകളും വളരെ ഉത്തമമായിട്ടുള്ള രീതിയിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ നമുക്ക് തെളിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഡോസ് ഒരു 3 മാസത്തിന് ശേഷം എടുക്കുന്നത് നല്ല പ്രൊട്ടക്ഷൻ നമുക്ക് നൽകാൻ അത് ഉപകാരപ്പെടും. പ്രണവ് എന്നൊരു പ്രേക്ഷകൻ കൂടി കൊച്ചിയിൽ നിന്നും. പ്രണവ് ഡോക്ടറോട് സംസാരിക്കാം. ഹലോ, പ്രണവ് ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ. ആ കോള് കട്ടായി തോന്നുന്നു. ഡോക്ടർ, ഇതുവരെ ഉണ്ടായിരുന്ന കോവിഡിൻ്റെ ലക്ഷണങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഈ ഒമൈക്രോണിന് കണ്ടുവരുന്നുണ്ട്? പ്രത്യേകിച്ച് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നു ഈ മണവും രുചിയും ഒന്നും നഷ്ടപ്പെടുന്ന സാഹചര്യം ഈ ഒമൈക്രോണിന് ഇല്ല എന്ന്. അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളുടെ ഫലങ്ങളൊക്കെ എങ്ങനെയാണ് ഡോക്ടർ? തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ഓർക്കേണ്ടത്, അൺഒഫീഷ്യൽ ആയിട്ടുള്ള കണക്കുകളിൽ എപ്പോഴും തെറ്റുകളുണ്ടാവും, ഒബ്സർവേഷണൽ പിശകുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു ഉടുപ്പി വെജിറ്റേറിയൻ ഹോട്ടലിന്റെ പുറത്ത് നിന്നിട്ട് അവിടെ വരുന്നവരോട് നിങ്ങൾക്ക് ഏത് ആഹാരമാണ് ഇഷ്ടം എന്ന് ചോദിച്ചു നിൽക്കുന്നത്. അവിടെ വരുന്ന 100 പേരെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചിലപ്പോൾ പറയും എനിക്ക് വെജിറ്റേറിയൻ ഫുഡാണ് ഇഷ്ടം എന്ന് പറയും. അത് കേട്ട് നമ്മൾ തീരുമാനിക്കുകയാണ് ലോകത്തിലെല്ലാവരും വെജിറ്റേറിയൻസ് ആണ് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? അതുപോലെയുള്ള കാര്യങ്ങളാണ് ചെറിയ ചെറിയ സാമ്പിളുകൾ അല്ലെങ്കിൽ ചെറിയ സാമ്പിളിംഗ് അല്ലെങ്കിൽ സാമ്പിളിംഗിൽ ഉണ്ടാകുന്ന എറേഴ്സ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാനിവിടെ പറയുന്നത്, എപ്പിഡമിയോളജി എന്നൊക്കെ പറയും. അപ്പൊ അതിൽ ചില പാളിച്ചകൾ വരാറുണ്ട്. നിരീക്ഷണങ്ങളിലും നമ്മുടെ നിഗമനങ്ങളിലും പാളിച്ചകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് വരാതെ ഇക്കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഒരു ഡോക്ടർ ഒരു ക്ലിനിക്കിൽ കാണുന്ന രോഗികളുടെ രീതി ആയിരിക്കണം എന്നില്ല അടുത്ത ഡോക്ടർ കാണുന്നത്. ചിലപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞിരിക്കാം എന്റെ രോഗികളിൽ എനിക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ ലോസ് ഓഫ് സ്മെൽ, ലോസ് ഓഫ് ടേസ്റ്റ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും.
വേറൊരു ഡോക്ടർ പറയും ഇല്ല എനിക്ക് അത് കൂടുതൽ കാണാൻ സാധിച്ചു. മൂന്നാമതൊരാൾ പറയും എന്റെ പേഷ്യൻസിനൊക്കെ ചർമ്മത്തിലായിരുന്നു കണ്ടത്. നാലാമതൊരാൾ പറയും നടുവേദനയാണ് ഞാൻ കണ്ടതെന്ന് പറയും. അതിപ്പോ ആനയെ കണ്ട 4 പേരുടെ കാര്യം പറഞ്ഞു പറയാണ്. അതുകൊണ്ട് നമുക്ക് ഒഫീഷ്യൽ പബ്ലിക്കേഷൻസ് വരുന്നവരെ ഇതിൽ പ്രത്യേകിച്ച് കാത്തിരിക്കാം. അത് തന്നെയാണ് ഡോക്ടർ ഏറ്റവും പ്രധാനപ്പെട്ട. എന്തായാലും ആ വിഷയത്തിൽ ഇത്രയും വിശദമായി തന്നെ സംസാരിച്ചതിന് നന്ദി. പ്രത്യേകിച്ചും ഈ പറയുന്ന ഒമിക്രോണിലൊരു മരണം ഉണ്ടായതിൽ വലിയ ആശങ്കയിലാണ് ലോകം. പക്ഷേ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. മറ്റ് വേരിയന്റുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മരണനിരക്കടക്കം കുറവാണ് എന്നാണ് ഒമിക്രോണിൻ്റെ ഫലങ്ങളെല്ലാം തന്നെ കാണിക്കുന്നത്. വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കവചവും. വ്യാജ പ്രചാരണങ്ങളിൽ വീണു പോകാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്തായാലും ഡോക്ടർ ചോദിക്കാൻ പൂർണ്ണമാകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പാർക്ക് 3.